ഞാൻ 36 വയസ്സുള്ളൊരു സഹോദരിയാണ്. എൻ്റെ 15ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം. ഇപ്പോൾ 21 വർഷമായി. 3 മക്കളുണ്ട്. 16, 13, 3 വയസ്സ് പ്രായമുള്ള മക്കളും ആൺകുട്ടികളാണ്. എൻ്റെ ഭർത്താവ് ഇപ്പോൾ നാട്ടിൽ സ്വന്തമായിട്ടൊരു കടയിൽ ഒരു ടൈലർ ഷോപ്പിലാണ്. കല്യാണം കഴിച്ച വീട്ടിൽ ഞാൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. ഉപ്പയുടെ മദ്യപാനം, ഉമ്മയുടെ പെരുമാറ്റം, അവിടെയെല്ലാം ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ പെരുമാറ്റം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവരോട് ഒന്നുറക്കെ സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തന്നെ തോന്നിയിരുന്നത് ഈ ഉപ്പയും ഉമ്മയും എത്ര ഭാഗ്യമുള്ളവരാണ് എന്നാണ്. ഇങ്ങനെയുള്ള മക്കളെ എന്തോ ഉപ്പനോടും ഉമ്മനോടൊന്നും ഈ മകനൊന്നും എന്ത് ചെയ്യില്ല, ഇവരുടെ ഹസ്ബൻഡൊന്നും ഒരിക്കലും തട്ടിക്കയറുകയോ മോശമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അനിയനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് 5 വർഷമായി. ഉപ്പയും ഉമ്മയും ഒരു മാസം ഞങ്ങളുടെ കൂടെയും ഒരു മാസം അനിയൻ്റെ കൂടെയാണ് താമസം. ഇനി എൻ്റെ പ്രശ്നം പറയാമെന്ന് പറഞ്ഞിട്ട് അവർ പറയണം. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല. ഒരു ദിവസം പോലും എന്നോട് മിണ്ടാൻ സമയമില്ല. രാവിലെ 9 മണിക്ക് കടയിൽ പോകും, രാത്രി 10 മണിക്ക് തിരിച്ചു വരും. വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടൻ റൂമിലെത്തിയാൽ പിന്നെ ഉറക്കം വരുന്നതുവരെ മൊബൈലിലാണ്. കുറച്ച് സമയം ഞാൻ കാത്തിരുന്ന് മൊബൈൽ എടുത്തു വെക്കാൻ പറഞ്ഞാൽ നീ ഉറങ്ങിക്കോ, ഞാൻ എനിക്ക് ഉറക്കം വരുമ്പോൾ എടുത്തു വെച്ചാളോ എന്നാണ് ഇദ്ദേഹം പറയണത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അദ്ദേഹം കാണാതെ കരയും. അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ മൊബൈൽ എടുത്തു വെച്ച് എന്നെ കാത്തിരിക്കും. പിറ്റേ ദിവസം പഴയതുപോലെ വീണ്ടും ആവർത്തിക്കും. ഞായറാഴ്ച കട തുറക്കാറില്ല, പക്ഷേ വീട്ടിൽ നിൽക്കില്ല, കൂട്ടുകാരുടെ കൂടെ പോകും. എൻ്റെ മക്കൾ ആദ്യമൊക്കെ പറഞ്ഞു, ഉപ്പ ഒരു ഞായറാഴ്ചയെങ്കിലും നിങ്ങൾ വീട്ടിൽ നിൽക്കണേ എന്ന്. ഞാൻ അധികം ഒന്നും ആഗ്രഹിക്കുന്നില്ല. മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും വീട്ടിൽ എന്നോട് മക്കളോടൊപ്പം നിൽക്കാൻ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അദ്ദേഹം വഴക്കവും വക്കാണൊക്കെ ഉണ്ടാക്കുന്നത്. ഈ വഴക്ക് കേട്ട് കേട്ട് മക്കൾ പോലും സമാധാനമില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആരോടും പറയാറില്ല. ഇപ്പോൾ ഞാൻ ഒന്നും അദ്ദേഹത്തോട് പറയാറില്ല. അയാളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് വിചാരിക്കും. എനിക്ക് എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയണില്ല ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് കരയുക, ദേഷ്യം വരിക, ഇതാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം. ഞാൻ കരയുന്നത് കണ്ടാൽ അദ്ദേഹം പറയും കള്ളക്കരച്ചിലാണ്, നിനക്ക് വാശിയാണ്, കുറുമ്പാണെന്നൊക്കെ. ഒരു ദിവസം ഞാൻ എല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മാവനോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണം, ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്ക് തരുന്നില്ല എന്നൊക്കെ. അവർ വന്നിട്ട് കുറേ അദ്ദേഹത്തെ ഉപദേശിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം എന്നെ അറിയാം. അവരാരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതിനുശേഷം വീണ്ടും പഴയ പോലെയായി. ഇപ്പോൾ ഞാൻ മാനസികമായി ആകെ തളർന്നു. അങ്ങനെ എല്ലാവരും എന്നെ ഒരു ഡോക്ടറെ കാണിച്ചു. അദ്ദേഹത്തെ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കാരണം നിനക്കൊരു വിഷമമുണ്ടാകില്ല എന്ന്. അത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ 6 മാസത്തോളം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം പഴയ പോലെ തന്നെയായി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയണില്ല. ചില സമയങ്ങൾ മരണം വരെ ചിന്തിച്ചു പോകുന്നു. ഇദ്ദേഹം ഈ സ്വഭാവം മാറ്റിയാൽ ഒന്ന് നന്നായിരുന്നു. ഇതിനുവേണ്ടി ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? സംസാരിക്കാൻ സമയമില്ല, വീട്ടിലിരിക്കാൻ സമയമില്ല, എന്നാൽ കൂട്ടുകാരോടൊപ്പം പോകാൻ സമയമുണ്ട്. നല്ലൊരു മറുപടിക്കായി പ്രതീക്ഷിക്കും. നമ്മളിപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് പറയാം. ഒന്നാമത്തത്, ഏറ്റവും പ്രതിസന്ധിയുള്ളൊരു സമയത്ത് അദ്ദേഹം വളരെ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും നല്ലൊരു ഭർത്താവായി അപ്പം അയാൾക്ക് കഴിയും, അതിനയാൾക്ക് കഴിയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ചില മസ്ലഹത്തുകളും ചില സംസാരങ്ങളൊക്കെ നടന്നപ്പോൾ അവിടെയും അദ്ദേഹം മാറ്റങ്ങൾക്ക് വിധേയമായി. അപ്പോൾ അടിസ്ഥാനപരമായി അദ്ദേഹം നന്നായ ഒരു കുടുംബജീവിതത്തിന് പറ്റുന്നൊരു ഭർത്താവാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ അയാൾക്കൊരു മാനസികമായ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഒരു അനുഭവത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നോർമൽ നല്ല കാര്യങ്ങളുണ്ടല്ലോ, ആ നല്ല കാര്യങ്ങളിൽ നമ്മൾ തൽപരനായി മുന്നോട്ട് പോവുക ഒരു നല്ല മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം നമ്മുടെ കുട്ടികളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ നമസ്കാരത്തോട്, പള്ളിയോട്, അല്ലെങ്കിൽ നമ്മുടെ ദീനിനോട്, ഇതൊക്കെ ഈ ഒരു നന്മയുടെ മനസ്സ് നിലനിൽക്കുമ്പോൾ നമുക്ക് ഇതിനോടൊക്കെ ആയിരിക്കും പ്രതിബദ്ധത ഉണ്ടായിരിക്കും. മനുഷ്യന്മാരല്ലേ, പിശാച് സ്വാധീനിക്കാമല്ലോ പ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും വളരെ നിസ്സാരമായ ഏതെങ്കിലും ഒരു തിന്മയോട് കൂട്ടുകെട്ടിലൂടെയോ അല്ലെങ്കിൽ മൊബൈലിലൂടെയോ ഒക്കെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ നോർമൽ കാര്യങ്ങളൊക്കെ അയാൾ വിസ്മരിക്കും. ശരിക്കും ആ സമയത്ത് നമുക്കൊരു ജീവിതത്തിൽ വന്നൊരു അശ്രദ്ധയാണ്. അശ്രദ്ധ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വിസ്മരിക്കുകയും ശ്രദ്ധിക്കേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം തൽപരനാവുകയും ചെയ്യാം. ഇത് ശരിക്കും എന്താ വെച്ചാൽ ഒരു മനസ്സിന് വരുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള ധാർമ്മികതയിൽ നിന്ന് അധാർമികതയിലേക്കുള്ള ഒരു ചേഞ്ചാണ്. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് അയാൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അപ്പം അയാൾ കുറച്ചും കൂടി സീരിയസ് ആയ ഒരു ദീനി ജീവിതത്തിലേക്ക് വന്നാൽ അയാൾ ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതില്ലാതെ ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അയാൾ
ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം അയാളിൽ നിർബന്ധമായും വരുമ്പോൾ അയാൾ ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെയും അയാളുടെ ആ ഒരു മനസ്സിൻ്റെ ദുർബലതകളിലേക്ക് ചാഞ്ഞു പോകുമ്പോൾ അയാൾ വീണ്ടും പഴയ ആളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സഹോദരി ഒന്ന് വാശി പിടിച്ചാൽ അയാൾ ഇനിയും ഒരു ഡിസ്കഷൻ തയ്യാറാവും. അത്തരം ഒരു ഡിസ്കഷൻ വരുമ്പോൾ അയാൾ എവിടെയാണ് അയാൾക്ക് വന്ന വീക്ക്നെസ്, ധാർമ്മികമായ അധപ്പതനം എവിടെയാണ് മനസ്സിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തെറ്റിപ്പോയത്, എന്ത് കാര്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ അശ്രദ്ധമാക്കിയത് എന്ന് കണ്ടുപിടിച്ച് അയാളെ ഒരു ശരിയായ ഒരു ഗൗരവപരമായ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ തീർച്ചയായും അവർക്കൊരു നല്ല ലൈഫിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്.